നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് വിചാരണ കോടതി സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. കോടതി അനുവദിച്ച സമയം ഈ മാസം 31-ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. കേസിൽ ഇതുവരെ 260 സാക്ഷികളുടെ വിസ്താരമാണ് പൂർത്തിയായത്. നടിയെ ആക്രമിച്ച കേസിൽ ജഡ്ജ് ഹണിയം വർഗീസിന്റെ അപേക്ഷയിൽ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസമായിരുന്നു സുപ്രീം കോടതി അനുവദിച്ചത്. ഈ സമയപരിധി ഈ മാസം 31-ന് അവസാനിക്കും. സാക്ഷി വിസ്താരം അന്തിമഘട്ടത്തിലാണെങ്കിലും വിചാരണ പൂർത്തീകരിക്കാൻ ഇനിയും സമയം വേണ്ടിവരും. ഈ സാഹചര്യത്തിൽ വിചാരണയ്ക്ക് കൂടുതൽ സമയം ആവശ്യപ്പെട്ട ജഡ്ജ് ഉടൻ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. കേസിൽ മഞ്ജു വാര്യർ ഉൾപ്പെടെ 260 സാക്ഷികളുടെ വിസ്താരം ഇതിനോടകം പൂർത്തിയായി. അന്വേഷണ സംഘത്തലവനായ ഡിവൈഎസ്പി ബൈജു പോലോസിന്റെ വിസ്താരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2020 ജനുവരി 30-നായിരുന്നു വിചാരണയുടെ തുടക്കം. വിചാരണയ്ക്കിടയിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ 19 സാക്ഷികൾ മൊഴിമാറ്റി. വിചാരണ നീതിപൂർവമല്ലെന്ന് ആരോപിച്ച 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു. തുടർന്ന് അതിജീവിതയുടെ ആവശ്യപ്രകാരം വി അജകുമാറിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചു. അതിനിടയിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. കേസിൽ വഴിത്തിരിവാകുന്ന തെളിവുകൾ കൂടി പുറത്തുവന്നതോടെ തുടരന്വേഷണം നടത്തി ഒരാളെ കൂടി കേസിൽ പ്രതി ചേർത്തു. കൃത്യം നിർവഹിച്ച പൾസർ സുനി, സിനിമാ താരം ദിലീപ് ഉൾപ്പെടെ 15 പേരാണ് കേസിലെ പ്രതികൾ. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2017 ഫെബ്രുവരി 17-നാണ് എറണാകുളത്ത് നടി ലൈംഗികാതിക്രമത്തിന് ഇരയായത്. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.